ഹലോ ഫ്രണ്ട്സ്, ഷെയർ മാത്തമാറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു പുതിയൊരു ട്രേഡിംഗ് ടെക്നിക്കാണ്, ഒരു എൻട്രി ചെയ്യുന്ന രീതി. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാനൊരു എൻട്രി ചെയ്യുന്ന ഒരു രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വളരെ vwapനോടോ റെസിസ്റ്റൻസിനോടോ വളരെ അടുത്ത് വരുമ്പോൾ അവിടെ ചെറിയ വിക്ക് ഫോം ചെയ്യുമ്പോൾ അവിടെ തന്നെ ട്രേഡ് എടുക്കുക, ചെറിയ സ്റ്റോപ്പ് ലോസ് ഇടുക. എന്നിട്ട് നഷ്ടം വന്നാലും നമ്മൾ വീണ്ടും ട്രേഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്ന് പ്രോഫിറ്റ് ആകുമ്പോൾ നമ്മൾ ഓവറോൾ പ്രോഫിറ്റ് ആവാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് വേറൊരു രീതിയാണ്, നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ ഫോളോ ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നുന്നതും എനിക്ക് അറിയാവുന്നതായ ഐഡിയാസുകളൊക്കെ ഞാൻ പറയുന്നത്, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കും. ഓക്കെ, ട്രേഡിംഗ് ടെക്നിക് ഫോർ എവരിവൺ. ഇതൊരു എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു രീതിയാണ്. അധികം ചാർട്ടൊന്നും വളരെയധികം ചെക്ക് ചെയ്യണ്ട, ഒരുപാട് ഇൻഡിക്കേറ്റർ ഒന്നും ഇടണ്ട. വളരെ സിമ്പിൾ ആയിട്ട് ഒരു പ്രൈസ് ആക്ഷൻ രീതിയാണ് ഇതിനെ പറയാം, കാൻഡിൽ സ്റ്റിക്ക് മാത്രം വെച്ചിട്ട്. അതായത് പറയുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഈസ് ലൈക്ക് എ സ്നേക്ക്. മാർക്കറ്റ് ഒരു സ്നേക്ക് പോലെയാണ്. എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റ് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോവില്ല, ഒരു പാമ്പ് പോണ പോലെ. അതായത് സ്നേക്ക് പോണ പോലെയാണ് മൂവ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മേലോട്ട് അപ്പ് പോവും, എന്നിട്ട് ജസ്റ്റ് ഒന്ന് താഴേക്ക് വന്നിട്ട് വീണ്ടും അപ്പ് പോവും, താഴോട്ട് പോവും. അങ്ങനെയല്ലേ മാർക്കറ്റ് മൂവ് ചെയ്യാം. അതുകൊണ്ടാണ് മാർക്കറ്റ് ഈസ് എ ലൈക്ക് എ സ്നേക്ക്. ഓക്കെ, അതാണ് മാർക്കറ്റിന്റെ ഒരു ബിഹേവിയർ. അതിനുള്ള കാരണം എന്താണ്? അതായത് ഇപ്പോൾ ഒരു സ്റ്റോക്ക് താഴോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് പേര് സെല്ല് ചെയ്തവരുണ്ടാവും. ആ സെല്ല് ചെയ്തവരൊക്കെ ലാഭം എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അവരത് മേടിക്കുമ്പോൾ ആ സ്റ്റോക്കിന് ഇത്തിരി എന്താണ് ഡിമാൻഡ് കൂടിയും സ്റ്റോക്ക് ജസ്റ്റ് മേലോട്ട് പോകും. അപ്പോഴേക്കും പുതിയ സെല്ലേഴ്സ് വന്നിട്ടുണ്ടാവും, അപ്പോൾ അവർ താഴോട്ട് പോകും. പിന്നെ കുറച്ചും കൂടി ഒരു ഇതിനൊരു പുൾ ബാക്ക് എന്ന് പറയും. പിന്നെ കുറെ നേരം മാർക്കറ്റ് ഇവിടെ സൈഡ് വേസ് വന്നു, വീണ്ടും മേലോട്ട് പോയി. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ നോർമൽ മൂവ്. ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്കിന് ഇതേപോലെ തന്നെ അപ്വേർഡ് മൂവ്മെന്റും കാണാം. അപ്വേർഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുൾ ബാക്ക് അപ്വേർഡ് പോലെ മൂവ്മെന്റ് ആണ്. ഇപ്പൊ സ്റ്റോക്ക് ഇങ്ങനെ തുടങ്ങി, ഇങ്ങനെ വന്ന് ഒരു പുൾ ബാക്ക് ചെയ്തു, മേലോട്ട് പോയി. ശരിയല്ലേ? അപ്പോൾ ഹൗ വിൽ എൻ്റർ ഇൻ എ ട്രേഡ്? ഒരു മെത്തേഡ് ഞാൻ പറയുന്നത്, പല മെത്തേഡുകളുണ്ട്. ഇതൊരു മെത്തേഡാണ്. അതായത് ട്രെൻഡിങ് സ്റ്റോക്ക് വിൽ ടേക്ക് എ പുൾ ബാക്ക് ഓർ ബ്രീത്ത്. മോസ്റ്റ് ടൈം, മിക്ക ടൈമിലും ഭയങ്കര ഒരു ഡൗൺ ട്രെൻഡോ അപ് ട്രെൻഡോ ആണെങ്കിൽ ഈ പുൾ ബാക്ക് എടുക്കാത്തുള്ളൂ. അല്ലെങ്കിൽ സാധാരണ ഒരു പുൾ ബാക്കോ ഒരു ബ്രീത്ത് എടുക്കും. അപ്പൊ ഈ പുൾ ബാക്ക് ഓവർ ചെയ്ത് കഴിയുമ്പോൾ ആ പുൾ ബാക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ട്രേഡ് എടുക്കും. അതായത് ഇപ്പൊ ഒരു റൂള് നമുക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അതായത് ഒരു ഡൗൺ ട്രെൻഡിലാണെങ്കിൽ നമ്മൾ എപ്പോൾ സെല്ല് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടു കഴിയുമ്പോൾ അതിന്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെൽ ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു അപ് ട്രെൻഡ് ആണെങ്കിൽ എപ്പോ ബൈ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് അതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഈ ട്രേഡിംഗ് സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത്. ഈ ട്രേഡിംഗ് സെറ്റപ്പ് കൂടുതൽ വർക്ക് ചെയ്യണത് ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ വരുന്ന സ്റ്റോക്കുകളാണ്. അതായത് ഇൻട്രാഡേ ട്രേഡിംഗ് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യണത് ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗണോ ഉള്ള സ്റ്റോക്കുകളാണ്. കാരണം അതിലാണ് സൈക്കോളജിക്കൽ മൂവ്മെന്റ്, അല്ലെങ്കിൽ ആൾക്കാർക്ക് തലേദിവസത്തെ പ്രൈസിനേക്കാളും എന്തോ ഒരു ന്യൂസോ എന്തോ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഉണ്ടാവുന്നത്. ഞാൻ ഒരിക്കലും പറയുന്നത് വളരെ വലിയൊരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ വേണമെന്ന്. അങ്ങനെ ഉണ്ടായത് നല്ലത്, അല്ലെങ്കിൽ അത്യാവശ്യം ചെറിയൊരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് നല്ലതാണ്. ഓക്കെ, ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ NTPC എടുത്ത് നോക്കാം. NTPC ഇവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം ക്ലോസ് ആയത്. എന്നിട്ട് ജസ്റ്റ് ഇത് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് തോന്നുന്നു, അത്യാവശ്യം ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇത് 10 മിനിറ്റ്സിന്റെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, 10 മിനിറ്റ്സിന്റെ ചാർട്ട് എടുത്തിട്ട് ഫസ്റ്റ് തന്നെ ഒരു സ്റ്റോക്ക് ഞാനിവിടെ സൂം ചെയ്യാം, സോറി, ഒരു 10 മിനിറ്റ്സിന്റെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, സ്റ്റഡീസിൽ vwap വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്ന് പറയുന്ന ഒരൊറ്റ ഇൻഡിക്കേറ്റർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതാണ് ഈ റെഡ് ലൈനിൽ കാണുന്നത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ അത് ഞാൻ ഇതാണ് യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ ഇതന്നെ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് മൂവിങ് ആവറേജ് യൂസ് ചെയ്യാം, വേറെ എന്തുവാണെങ്കിലും ആവറേജോ എന്തെങ്കിലും ഇതുപോലെ ടച്ചിങ്ങോ റെസിസ്റ്റൻസോ വരുന്ന എന്ത് ഇൻഡിക്കേറ്ററോ എടുക്കാം. ഞാൻ vwap യൂസ് ചെയ്യണം, കാരണം ഞാൻ കൂടുതൽ അതായത് ശീലിച്ചു പോയോണ്ട്. ഓക്കെ, അപ്പൊ ഈ സ്റ്റോക്ക് ഇവിടെ ഓപ്പൺ ചെയ്തു, പിന്നെ ഡൗൺ വന്നു, പിന്നെ വീണ്ടും ഇവിടെ വന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി, കാരണം ഇത് ഡൗൺ ട്രെൻഡ് ആണ് വരുന്നത്. അത് ഇവിടെ എത്തിയപ്പോൾ ഡൗൺ ട്രെൻഡ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ 9:35 ഒക്കെ ആയപ്പോ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു. അപ്പൊ നമ്മുടെ ഒരു സ്ട്രാറ്റജി പ്രകാരം എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താഴേക്കുള്ള ഒരു ട്രെൻഡ് വരുമ്പോൾ അതിലൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത ആ ഗ്രീൻ ക്യാൻഡിൽ പറയും പുൾ ബാക്ക് എന്ന്. കാരണം സ്റ്റോക്ക് താഴോട്ട് വരുമ്പോൾ അത് പിറകോട്ട് ഒരു ജസ്റ്റ് ഒരു ബ്രീത്ത് എടുക്കുന്നത്, ആൾക്കാർ വിറ്റ് സ്റ്റോക്ക് വാങ്ങിക്കുന്നു, അങ്ങനെ ഒരു
ഒരു ഇതാണ്, ഒരു കണ്ടീഷനാണ്. അപ്പൊ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ ആ ഗ്രീൻ ക്യാൻഡിലിന്റെ ബ്രേക്ക് ഔട്ടിൽ നമ്മൾ ട്രേഡ് എടുക്കും. അപ്പൊ ഈ ഗ്രീൻ ക്യാൻഡിൽ എവിടെയാണ്? ഇവിടെ നമ്മൾ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുത്തു. ഓക്കെ, സ്റ്റോപ്പ് ലോസ് എവിടെയാ? ഈ വലിയ ക്യാൻഡിലിന്റെ മുകളിൽ, ഈ ഗ്രീൻ ക്യാൻഡിലിന്റെ മുകളിൽ. അങ്ങനെ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഒരു റെഡ് ക്യാൻഡിൽ വന്നു, പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവും ഫസ്റ്റത്തെ പുൾ ബാക്ക് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം, കാരണം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആ ട്രേഡ് പോയിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. സാധാരണ ഫസ്റ്റത്തെ ഒരു 3 ക്യാൻഡിലൊക്കെ നമ്മൾ ഒഴിവാക്കണം, കാരണം ഇതൊക്കെ ഫസ്റ്റ് ഹൈ ഫ്ലക്ച്വേഷൻ ടൈമാണ്, ഒരു ഫ്ലക്ച്വേഷൻ കൂടുതലുള്ള ടൈമാണ്. പക്ഷെ ഞാനൊരു രീതിയിൽ പറഞ്ഞോളൂ. 5, 10, 15 കണ്ടോ, 9:35 തൊട്ടിട്ട് 9:45 വരെ, അതായത് ആ ടൈം വരെ ഫസ്റ്റത്തെ ഒരു 2-3 ക്യാൻഡിൽ, അതായത് 30 മിനിറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതിനുശേഷമുള്ളത് നോക്കാം, അതാണ് കൂടുതൽ ബെറ്റർ. ഓക്കെ, അങ്ങനെ ഈ 3 ക്യാൻഡിൽ അവോയ്ഡ് ചെയ്തതിനു ശേഷം പിന്നെ ഇവിടെ ഒരു എന്താണ് ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു. 10 മിനിറ്റിന്റെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതൊരു പുൾ ബാക്ക് ആണ്. പക്ഷെ vwap-ന് ഇതിന് തമ്മിൽ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാൻ, ഇതിന് താഴെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ് ഇടാം. ഓക്കെ, ഇവിടുത്തെ താഴോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാം, ഇവിടെ സ്റ്റോപ്പ് ലോസ് ചെയ്യാം. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് വേറൊരു പുൾ ബാക്ക് കിട്ടി, കുറച്ചും കൂടി നല്ല എൻട്രി. കാരണം vwap-നെ ടച്ച് ചെയ്തിട്ട് ഒരു 10 മിനിറ്റിന്റെ ഒരു ക്യാൻഡിൽ വന്നു. അപ്പൊ ഇതിന്റെ ബ്രേക്ക് ഔട്ടിൽ നമുക്ക് ട്രേഡ് ഇടാം. അപ്പൊ നിങ്ങൾ പറയാം ആദ്യം തന്നെ ഇവിടെ ട്രേഡ് ഇട്ടിട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇവിടുന്ന് ഞങ്ങളിവിടെ മാർക്കറ്റ് ഓർഡറോ ലിമിറ്റ് ഓർഡർ ഇട്ട് അതിനുശേഷം വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ പിന്നെ വീണ്ടും ഇതൊക്കെ അങ്ങനെ മാറ്റാൻ പറ്റും. പക്ഷെ ഇതൊരു 10 മിനിറ്റിന്റെ ക്യാൻഡിലാണ്. ഒരു 10 മിനിറ്റിൽ ഇവിടെ ഫോം ചെയ്ത് ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് വീണ്ടും ഒരു 10 മിനിറ്റിൽ ഇത് ഫോം ചെയ്ത് ഇവിടെ താഴോട്ട് വരുമ്പോൾ ഒരുപാട് സമയം കിട്ടും. ആ സമയത്തുള്ളിൽ നമുക്ക് ട്രേഡ് മാറ്റാം, കാരണം ഇത് vwap-മ്മ ടച്ച് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിനെ കുറച്ചും കൂടി നമുക്ക് കൂടുതൽ സാധൂകരിക്കുന്ന ഒരു സംഭവമാണ്, കൂടുതൽ പ്രോഫിറ്റബിലിറ്റി കിട്ടുന്ന ഒരു ക്യാൻഡിലാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ താഴേക്ക് ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ് ഇടും, സ്റ്റോപ്പ് ലോസ് ഇവിടെ. അപ്പോൾ സാധനം ബ്രേക്ക് ചെയ്തു, പിന്നെ താഴോട്ട് ബ്രേക്ക് ചെയ്തു, പിന്നെ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്? ചെറിയൊരു ഗ്രീൻ ക്യാൻഡിലാണ്. ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ഒരു കോൺഷ്യസ് ആവാം, എന്താ വെച്ചാൽ പിന്നെ സൈഡ് വേസിലേക്ക് പോകുന്നു, പിന്നെ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം, കാരണം വീണ്ടും പുൾ ബാക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അതിനുശേഷം ഇതന്നെ സ്നേക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേക്ക് പോലെ നിങ്ങളൊന്ന് സ്നേക്ക് പോലെ. പിന്നെ വീണ്ടും ഇവിടെ വന്നു, ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ, അതായത് നമ്മൾ ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, കാരണം ഇവിടെ നമുക്ക് ഉറപ്പില്ല, കാരണം വളരെ vwap ഇവിടെ എടുക്കണം. അപ്പൊ ഇവിടെയൊക്കെ ഗ്രീൻ ക്യാൻഡിൽ വരുന്നുണ്ട്. ഇതിനൊക്കെ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് ഇടാം. ആദ്യം ഇതിന് ട്രേഡ് ഇട്ടു, രണ്ടാമത് ഇതിനിട്ടു, അവസാനം ഇവിടെ വന്ന് ഈ ലാസ്റ്റത്തെ നമ്മൾ ഇവിടേക്ക് മാറ്റി സ്ഥാപിച്ച ആ ട്രിഗറായി താഴോട്ട് വന്നു. പിന്നെ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു. അത് നമുക്ക് ഇവിടെ കോൺഷ്യസ് ആയിട്ട് വേണമെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്യാം, കാരണം ഇത്രയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. 119.65 119.90, 50 പൈസ ഉള്ളൂ. ഇവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ഏകദേശം 119.35, 65 പൈസ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യുന്നത് താഴോട്ട് വന്നിട്ട് ഇവിടെ വരും, വീണ്ടും ഒരു ക്യാൻഡിൽ വരും, നമുക്ക് വേണമെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ ഫസ്റ്റത്തെ ഒരു 3 ക്യാൻഡിൽ ഒഴിവാക്കി. പിന്നെ ഇത് അപ് ട്രെൻഡ് ആണ്. അപ് ട്രെൻഡിൽ പോകുമ്പോൾ നമ്മളെപ്പോഴും ഈ പുൾ ബാക്ക് എന്ന് പറയുന്നത് അപ്പൊ റെഡ് ക്യാൻഡിലാണ്. താഴോട്ട് പോകുമ്പോൾ റെഡ് ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നതാണ് ഏത് പുൾ ബാക്ക്. ഇതില് റെഡ് ക്യാൻഡിലാണ് പുൾ ബാക്ക്. അപ്പൊ ഒരു റെഡ് ക്യാൻഡിൽ വന്നു, ഇവിടെ റെഡ് ക്യാൻഡിൽ വന്നു. അപ്പൊ നമ്മൾ ഇവിടെ ഇതിന്റെ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുത്തു. പിന്നെ ഇവിടെ റെഡ് ക്യാൻഡിൽ വരുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിട്ട് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് കൊണ്ട് മേലോട്ട് വന്ന് വീണ്ടും റെഡ് ക്യാൻഡിൽ വന്നപ്പോൾ എക്സിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്ത ട്രേഡ് നമ്മൾ എപ്പോഴാണ് വെയിറ്റ് ചെയ്യുന്നത്? ഈ റെഡ് ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്തിട്ട് വേറെ പോകുമ്പോൾ. ഓക്കെ, വേറൊരു ഉദാഹരണം M&Mന്റെ കുറച്ചും കൂടി ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്കിനെ കുറച്ച് ഉദാഹരണം പറയാം. വളരെ സിമ്പിൾ ഉദാഹരണം. ഫസ്റ്റ് തന്നെ 3 വന്നു, പിന്നെ ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ വന്നു. ഓക്കെ, ഈ ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് നമ്മൾ ട്രേഡ് എടുത്തു. പിന്നെ ഇവിടെ വന്നപ്പോൾ വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. അപ്പൊ നമ്മൾ എക്സിറ്റ് ചെയ്തു, കാരണം ഇതൊക്കെ ഒരു പുൾ ബാക്ക് ആണ്. കാരണം ഈ പുൾ ബാക്ക് വന്നതിന് ശേഷം ഇത് തിരിച്ച് താഴോട്ട് പോവോ അത് മേലോട്ട് പോവോ നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും അടുത്ത ഈ പുൾ ബാക്ക് ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും ട്രേഡ് എടുക്കും. അതിൽ ട്രേഡ് എടുത്തു, പിന്നെ ഇവിടെ വന്നു. അപ്പോൾ ഓൾറെഡി ഒരുപാട് മൂവ്മെന്റ് ആയി, നമ്മൾ വീണ്ടും പിന്നെ ട്രേഡ് എടുക്കില്ല. പിന്നെ ഇത് ട്രെൻഡിങ് സ്റ്റോക്ക് ആയതുകൊണ്ട് വേണമെങ്കിൽ പറയാം, ഇവിടെ ബ്രേക്ക് ചെയ്തു, വീണ്ടും താഴോട്ട് വന്നു, ഇവിടെ പുൾ ബാക്ക് എടുത്തു, ഇവിടെ സ്റ്റോപ്പ് ലോസ്, ഇവിടെ നമ്മൾ എക്സിറ്റ് ആയി. അപ്പൊ ഇതിലെന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതൊരു ഉദാഹരണം പറയണെങ്കിൽ ഇതൊരു കണ്ടോ, ഇവിടെ നിന്ന് തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇവിടെ വല്ല ഗ്യാപ്പ് അപ്പ് ആയിട്ടുണ്ടോ? ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ടുണ്ട്, കാരണം ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഒരു മുകളിലൊരു ഗ്യാപ്പ് അപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു 3 ക്യാൻഡിൽ ഇവിടെ വന്നു, പിന്നെ മേലോട്ട് വന്നു, ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നപ്പോൾ നമ്മൾ ഇതിന്റെ താഴേക്ക് ബ്രേക്ക് ഔട്ട് ട്രേഡ് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ vwap-ന് വളരെ ദൂരെയാണ്. പക്ഷെ ഇതിൽ വേണമെങ്കിൽ എടുക്കാം, കാരണം vwap-മ്മ ടച്ച് ചെയ്തിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് താഴെ നമുക്ക് ട്രേഡിന് എടുക്കാം. അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
എങ്ങാനും ഈ സ്റ്റോക്ക് vwap ടച്ച് ചെയ്തിട്ട് മേലോട്ട് പോവാണ് എങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാൻ നഷ്ടം വരില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ സ്റ്റോക്ക് താഴോട്ട് തന്നെ മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മളെ ട്രേഡ് എൻറ്റർ ആവുന്നത്. ചിലവർ ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് കാണുമ്പോൾ ഇവിടെ ട്രേഡ് എടുക്കും, അത് കൊള്ളാം, താഴോട്ട് പോകുന്ന പ്രതീക്ഷയിൽ. ചിലപ്പോൾ ഇത് മേലോട്ട് പോകണമെങ്കിലോ സ്റ്റോപ്പ് ലോസ് അടിക്കില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ, അങ്ങനെ ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോൾ അതിനെ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുക്കാം. പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ എക്സിറ്റ് ചെയ്യാൻ, എക്സിറ്റ് അങ്ങനെ അതുപോലെയൊക്കെ ചെയ്യാൻ. വേറൊരു ഉദാഹരണത്തിന് പറയുന്നത്, vwap ടച്ച് ചെയ്തിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, അപ്പൊ അതിന്റെ ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുത്തു. വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നപ്പോൾ കോൺഷ്യസ് ആയി എക്സിറ്റ് ആവാം, അല്ലെങ്കിൽ വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നപ്പോൾ എക്സിറ്റ് ആവാം. പിന്നെ മേലോട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, vwap അടുത്ത് വന്നില്ല, വേണമെങ്കിൽ ഇവിടെ ട്രേഡ് എടുക്കാം, ആസ് യുവർ വിഷ്. ഇതാണ് ഞാൻ പറയുന്നത്. ഒരു 3 ക്യാൻഡിൽ വന്നു, പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്തു. ഒരു അപ് ട്രെൻഡ് കാണിച്ചു തരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ക്യാൻഡിൽ വന്നിട്ട് ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വന്നു. ഒരു അപ് ട്രെൻഡ് ആണ്, മേലോട്ട് പോയി താഴോട്ട് വന്നു, ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. കാരണം ഇവിടെ vwap ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, ഇവിടെ മേലോട്ട് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ചിലർ വിചാരിക്കും താഴോട്ട് മേലോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് മേടിക്കാം, ചിലർ താഴോട്ട് പോകണം പറഞ്ഞിട്ട് മേടിക്കാം. താഴോട്ട് പോകണമെങ്കിൽ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ ബ്രേക്ക് ഔട്ട് ചെയ്യണം, അത് vwap താഴെ നല്ലതായിരിക്കും. ഇവിടെ റെഡ് ക്യാൻഡിൽ വന്നു, അപ്പൊ ഇതിന് മേലെ ട്രേഡ് എടുക്കുന്നെങ്കിൽ അത്യാവശ്യം മുമ്പിൽ വന്ന് ഇവിടെ റെഡ് ക്യാൻഡിൽ വന്നപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം. പിന്നെ ഇത് താഴോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, ഈ ഗ്രീൻ ക്യാൻഡിലിന് വേണമെങ്കിൽ ബ്രേക്ക് ഔട്ടിൽ താഴോട്ട് ട്രേഡ് എടുക്കാം, സ്റ്റോപ്പ് ലോസ് കൂടി ഇട്ടിട്ട് ഇവിടെ വരെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. വീണ്ടും ഒരു 3 വന്നിട്ട് വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. ഇതൊക്കെ ഒരു പുൾ ബാക്ക് ആണ്. ഇപ്പൊ താഴോട്ട് പോകുന്ന ഒരു ട്രെൻഡിൽ ഒരു പുൾ ബാക്ക് എന്ന് പറയും. ആ പുൾ ബാക്ക് ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞ രീതി എങ്ങനെയുണ്ട്, വളരെ സ്പീഡിലാണ് പറഞ്ഞത്. അപ്പൊ അഭിപ്രായങ്ങൾ പറയാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടോ അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറയാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക. വേറെ കുറെ വീഡിയോകൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, അതുകളൊക്കെ ഒന്ന് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.